എജ്യൂപോർട്ടിന്റെ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്, സാർ ഇനി പഠിച്ചു തുടങ്ങിയാൽ A+ കിട്ടും എന്നുള്ളത്. നമുക്ക് അതിന്റെ ഉത്തരം എന്താണെന്ന് കണ്ടെത്താം. ഈ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. അതിനു മുമ്പ് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജൂലൈ 9-ാം തീയതിയാണ്. നിങ്ങളുടെ സ്കൂളിൽ ഇതുവരെ എത്ര ചാപ്റ്റർ എടുത്തു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾ ലേറ്റ് ആയിട്ട് കാണുകയാണെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യവുമായിട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പൊ ഇനി പഠിച്ചു തുടങ്ങിയാൽ കാര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ ഒരു പ്രസക്തി ഇല്ല. കാരണം നിങ്ങൾക്ക് ഈ ചോദ്യം എപ്പോഴും ചോദിക്കാം. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കൂൾ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ വെക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു, ഇപ്പോൾ തുടങ്ങിയാൽ എനിക്ക് A+ കിട്ടുമോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പൊതുവെ ഈ ചോദ്യം കൂടുതൽ വരാറപ്പോഴാ എക്സാം അടുക്കുന്ന സമയത്ത്, എക്സാമിന് ഒരു 1 വീക്ക് ഓർ 10 ഡേയ്സ് ബാക്കിൽ ഒരു ബോധോദയം ഉണ്ടാവും. എസ്പെഷ്യലി ടൈം ടേബിൾ വന്ന് ഞാനൊന്നും പഠിച്ചില്ല എന്നുള്ളൊരു ബോധം വരുമ്പം അപ്പോഴാണ് പ്രധാനമായിട്ട് കുട്ടികൾ ഇങ്ങനെ സ്വയം ചിന്തിക്കാറ് അല്ലേ, ഇനി പഠിച്ചു തുടങ്ങിയാൽ A+ കിട്ടുമോ. സത്യത്തിന് ആ ചോദ്യത്തിന് 2 ഓപ്ഷൻ അല്ലേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ചേ, ഞാൻ ലോജിക്കലി വരച്ച് കാണിച്ചിട്ടുണ്ട് കേട്ടോ. 2 ഓപ്ഷൻസ് ആണ് ആക്ച്വലി നമ്മുടെ മുമ്പിലുള്ളത്. അതായത് ഇനി പഠിച്ചു തുടങ്ങിയാൽ A+ കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് ആക്ച്വലി 2 ആക്ഷൻസ് എടുക്കാൻ പറ്റും. ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യും, നന്നാവാൻ തീരുമാനിച്ചു, അതായത് പഠിച്ചു തുടങ്ങാൻ അങ്ങ് തീരുമാനിച്ചു. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താ, ഞാൻ പഠിക്കുന്നില്ല, എന്നെ കൊണ്ടാവില്ല, ഇനി പഠിച്ചു തുടങ്ങിയാൽ തീരില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പഠിക്കാതെ നിൽക്കാം. അപ്പോൾ ഞാൻ 2 സിറ്റുവേഷൻ നിങ്ങളുടെ മുമ്പിലുള്ള 2 സിറ്റുവേഷൻ്റെയും ബെസ്റ്റ് കേസും വേഴ്സ്റ്റ് കേസ് സിനാരിയോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേഴ്സ്റ്റ് കേസ് സിനാരിയോ നോക്കാം. ആരുടെ, പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ കേസ്. അതായത് ഇനി പഠിച്ചു തുടങ്ങിയാൽ കാര്യമില്ല എന്ന് ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വേഴ്സ്റ്റ് കേസ് എന്താ, നിങ്ങൾ പഠിക്കുന്നില്ല. അപ്പോൾ അതിൽ വേഴ്സ്റ്റ് കേസ് ആയി സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ ഓണം എക്സാം ആണ് ആദ്യം നടക്കാൻ പോകുന്നത്, അത് അങ്ങ് 3G ആയി കിട്ടും. ഓണം എക്സാം ഗുദാഹവയാവും. അതായത് നിങ്ങൾക്ക് ഓണം എക്സാമിന് എന്ത് ചെയ്യില്ല, നിലം തൊടില്ല, നിങ്ങൾക്ക് ഒരു മാർക്കും ഉണ്ടാവില്ല. മിക്കവാറും ഇംഗ്ലീഷോ സെക്കൻഡ് ലാംഗ്വേജോ ഒക്കെ ബാക്കി സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും, മിക്കവാറും ക്ലാസ്സിലെ ഏറ്റവും ബാക്കിലുള്ള ഏതെങ്കിലും മാർക്കുകളായിരിക്കും നിങ്ങൾ വാങ്ങുക. ആൻഡ് അതിനുശേഷം ഓണം എക്സാമിന് ശേഷം വരുന്ന PTA മീറ്റിങ്ങിൽ നിങ്ങളങ്ങ് എയറിൽ കയറ്റും. നിങ്ങളെ വീട്ടുകാരും നിങ്ങളെ ടീച്ചേഴ്സും എല്ലാം കൂടി എയറിൽ അങ്ങനെ കയറ്റി പ്ലേസ് ചെയ്യും. ആൻഡ് എയറിന്ന് പിന്നെ നിങ്ങൾക്ക് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല. പിന്നീട് സ്കൂളുകളിലെ ലാബും റെക്കോർഡൊക്കെ ആയിട്ട് മുഴുവൻ തിരക്കായതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ആ ചീത്തപ്പേരാവും. ഇവൻ +1 നല്ലതായിരുന്നു, ഇപ്പോൾ +2 എത്തിയപ്പം എന്തൊക്കെയോ മഹാലംബ എന്നുള്ളൊരു എന്തൊക്കെയോ ഒരു സംഭവമൊക്കെ മിക്കവാറും വരും. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വേഴ്സ്റ്റ് കേസ് ഓണം എക്സാം ഗുദാഹവ, നിങ്ങളെ PT എക്സാമിൽ എയറിൽ കയറ്റുന്നു, നിങ്ങൾ ഓവറോൾ ഡിപ്രഷനിലായിട്ട് മൊത്തം ലൈഫ് അങ്ങോട്ട് സ്ട്രഗ്ലിങ്ങിലേക്ക് പോകുന്നു. ഇനി പഠിക്കുന്നില്ല എന്ന് ഡിസൈഡ് ചെയ്തതിൻ്റെ വേഴ്സ്റ്റ് കേസാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ബെസ്റ്റ് കേസ് ഉണ്ടോ? ഉണ്ട്. എങ്ങനെയൊക്കെയോ എക്സാം കോപ്പി അടിച്ചിട്ടോ അല്ലെങ്കിൽ തലേ ദിവസം ഒരു ലൈവോ റെക്കോർഡറൊക്കെ കണ്ടിട്ട് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിപ്പോയി. അതാണ് സത്യം പറഞ്ഞാൽ ബെസ്റ്റ് കേസ്. ഒന്നും പഠിക്കാതെ പോയിട്ട് പിന്നെയുള്ള ബെസ്റ്റ് കേസ് ഒരിക്കലും ക്ലാസ്സിൽ ഫുൾ മാർക്ക് വാങ്ങാത്ത കേസ് ആവില്ലല്ലോ. അല്ല, അപ്പോൾ നിങ്ങൾക്ക് തട്ടിക്കൂട്ടൽ എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ നടക്കും. അതായത് ഈ PTA മീറ്റിങ്ങിലെ ചീത്തവിളിയും അത് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും നിങ്ങളെ വിടാതെ പിന്തുടരുന്ന സാധനം ഉണ്ടാവും, അത് റിഗ്രറ്റ് ആയിരിക്കും. ആ റിഗ്രറ്റ് മേ ബി എന്ത് ചെയ്യും, ദിവസം കൂടുന്തോറും നിങ്ങൾക്ക് കൂടി വരും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി ഈ ഓണം എക്സാം കഴിഞ്ഞു കിട്ടി, ഇനി മുന്നോട്ട് പോകുമ്പോഴുള്ള ചാപ്റ്റേഴ്സൊക്കെ മുൻപത്തെ ചാപ്റ്റേഴ്സൊക്കെ കണക്റ്റഡാ, ഫിസിക്സ് മാത്സിൽ കെമിസ്ട്രിയിലൊക്കെ. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, അതറിയില്ല, അപ്പോൾ ഇത് മനസ്സിലാവില്ല. അപ്പോൾ ആ റിഗ്രറ്റിൽ ഇങ്ങനെ പോകും. സോ ഒന്നും പഠിക്കാഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെസ്റ്റ് കേസ് സിനാരിയോ എന്ന് പറഞ്ഞാൽ ഓണം എക്സാം തട്ടിക്കൂട്ടി പോകുന്നു, PTA മീറ്റിങ്ങിലൊന്നും നാണം കെടുന്നില്ല, കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ അതാണ് നിങ്ങളുടെ ബെസ്റ്റ് കേസ് സിനാരിയോ. ഇനി നമുക്ക് മറ്റു ഓപ്ഷൻ നോക്കാം. പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് കേസ് സിനാരിയോ എന്താ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏറ്റവും ബെസ്റ്റ് കേസ് സിനാരിയോ, അതായത് ഇനി പഠിച്ചാൽ A+ അല്ല ഫുൾ മാർക്ക് കിട്ടുമെന്ന് ആലോചിക്കുന്നു, പഠിക്കാൻ തീരുമാനം എടുക്കുന്നു. അതിൻ്റെ ബെസ്റ്റ് കേസ് സിനാരിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിലെ ടോപ്പർ ആവുന്നു, നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങുന്നു, അല്ലെ ക്ലാസ്സിലെ ടോപ്പറായി മാറുന്നു. ആൻഡ് അതിൽ ഓവറോൾ നിങ്ങളെ കോൺഫിഡൻസ് അങ്ങ് കൂടും. അതായത് ക്ലാസ്സിലെ ടോപ്പറായൊക്കെ പ്ലേസ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്രയും കാലം ഇല്ലാത്തൊരു സംഭവം നിങ്ങൾ നേടിയെടുത്താൽ പിന്നെ നിങ്ങൾ പിടിച്ചാൽ കിട്ടില്ല, പിന്നെ നിങ്ങൾ വേറെ ലെവലാവും. അപ്പോൾ അതാണ് ബെസ്റ്റ് കേസ് സിനാരിയോ. പ്രത്യേകിച്ച് അതിൽ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. എന്നാൽ ഇനി പഠിച്ചാലും സംഭവിക്കാൻ പോകുന്ന വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്താ, പോട്ടെ എന്തൊക്കെയോ സംഭവിച്ചു, നിങ്ങൾ പഠിച്ചു എന്നിട്ടും എന്തൊക്കെയോ സംഭവിച്ചിട്ട് നിങ്ങൾ വിചാരിച്ച അത്ര പെർഫോം ചെയ്യാൻ പറ്റില്ല. എന്നാലും വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഇത്രക്ക് മോശമാവുമോ? അതായത് ഒരു തട്ടിക്കൂട്ടി എക്സാം ആവോ ഓണം എക്സാം, അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റൊക്കെ പിന്നെ ഉണ്ടാവുമോ? റിഗ്രറ്റൊക്കെ മേ ബി കുറച്ചൊക്കെ ഉണ്ടാവും. പഠിച്ച അത്ര തന്നെ എനിക്ക് എഴുതാൻ പറ്റില്ല, റിഗ്രറ്റൊക്കെ മേ ബി ഉണ്ടാവും. എന്നാലും നിങ്ങൾക്ക് ഒരു B+ ഒക്കെ മിനിമം അല്ലേ, ഒരു ഗ്രേഡ് വൈസ് നോക്കുമ്പോൾ B+ ഗ്രേഡൊക്കെ ഉണ്ടാവും. സത്യമാണ്, B+ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ മാർക്ക് എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയുള്ള മാർക്കൊക്കെ ഉണ്ടാവും. പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു CO D ഒന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. ഇല്ല, ഒരു മിനിമം B+, ഒരു A ഒക്കെ എന്തായാലും എത്താം. A+ എത്രയായാലും കുറച്ചും കൂടി നിങ്ങൾ എഫേർട്ട് എടുക്കണം എന്നുള്ളൂ. എന്നാലും നിങ്ങൾക്ക് ആ PTA മീറ്റിങ്ങിലൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ബൂസ്റ്റ് ഉണ്ടായിക്കൂടെ? എസ്പെഷ്യലി നിങ്ങൾ ഇത്രയും കാലം ക്ലാസ്സിലെ ബാക്ക് ബെഞ്ചറായിട്ട് +1 തല്ലുകൊള്ളിയായിട്ടൊക്കെ അറിയപ്പെട്ട നിങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഓണം എക്സാം ആകുമ്പം കഴിഞ്ഞ വർഷത്തേക്കാൾ എത്രയൊക്കെയോ ഇമ്പ്രൂവ് ചെയ്തു.
അപ്പോൾ സ്വാഭാവികമായിട്ട് ടീച്ചേഴ്സ് പറയും, ഓ ഇവൻ കൊള്ളാം, ഇവന് +2 എത്തിയപ്പോൾ അത്യാവശ്യം ബോധം വെച്ചിട്ടുണ്ട്. നമ്മുടെ അച്ഛനും ഉമ്മയും ഉപ്പയൊക്കെ എന്ത് പറയും, ഓ ഇവന് എന്ത് ഇതിന് നന്നാവാൻ തീരുമാനിച്ചു, ഇവൻ കാരണം ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ അവർക്കൊരു ഹോപ്പ് വരും. ആൻഡ് ആ PTA മീറ്റിംഗ് നിങ്ങൾക്ക് നല്ല ഹാപ്പി ആയിട്ട് പോകും. നിങ്ങൾ അതിൽ ചീത്തൊന്നും പറയില്ല. ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ പറയും, നീ കുറച്ചും കൂടി ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ടോപ്പർ ആവാന്ന് വരും. അതായത് നമുക്കൊരു റിഗ്രറ്റും ഉണ്ടാവാൻ, സത്യം പറഞ്ഞാൽ ചെറിയൊരു റിഗ്രറ്റ് എന്ന് വിചാരിച്ച മാർക്ക് കിട്ടിയില്ല എന്നുള്ളപരി ഒരു വലിയ റിഗ്രറ്റോ പിന്നെ നിങ്ങളുടെ ഓവറോൾ കോൺഫിഡൻസ് പിടിക്കുന്ന കാര്യങ്ങളോ ഈ പഠിച്ചു തുടങ്ങിയാൽ കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാ? പഠിച്ചു തുടങ്ങാന്നാണോ പഠിക്കേണ്ടതെന്നാണോ? നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ വേസ്റ്റ് കേസ് സിനാരിയോയിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വലിയ റിഗ്രറ്റ് ഒന്നും ഇല്ലാതെ തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. ആൻഡ് ഇത് ഓവറോൾ നിങ്ങളെ ബാക്കി കാര്യങ്ങളെയും എന്ത് ചെയ്യും? ബാധിക്കും. നിങ്ങളുടെ ഉറക്കത്തെയും നിങ്ങളുടെ ഓവറോൾ ഹാപ്പിനെസ്സെയും ഫ്രണ്ട്ഷിപ്പിനെയും എല്ലാ കാര്യത്തിനും ഫാമിലി ലൈഫിന് വരെ ഇത് ബാധിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഓവറോൾ ഈ സംഭവം. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ബെസ്റ്റ് കേസ് സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അതിപ്പോൾ സാറ് പറയൊന്നും വേണ്ട, ഇത് തന്നെയാണ്. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു കേസ് പറഞ്ഞത് നിങ്ങൾ ക്ലിയർ ആണോ? ഇത് നിങ്ങൾ ഓക്കെ ആണോ, കൺവിൻസ്ഡ് ആണോ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളിതിൽ ഏത് ചൂസ് ചെയ്യും? ആൻഡ് ഇതിൽ 4 ഓപ്ഷൻസ് ആണ്. പഠിച്ചു തുടങ്ങുന്നതിൻ്റെ ബെസ്റ്റ് കേസ്, വേഴ്സ്റ്റ് കേസ്, പഠിക്കുന്നില്ല എന്നതിൻ്റെ ബെസ്റ്റ് കേസ്, വേഴ്സ്റ്റ് കേസ്. ഈ 4 എണ്ണത്തിൽ ഏതാണ് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഐഡിയൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചില കൂട്ടർ പറയും എനിക്കിത് മതി, എനിക്ക് തട്ടിക്കൂട്ടി പോയപ്പോൾ മതി, എനിക്ക് റിഗ്രറ്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോ പ്രോബ്ലം, നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം. എനിക്ക് അറിയാൻ വേണ്ടി അങ്ങനെ ഒരുപാട് കൂട്ടുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ, അതിൽ ഞാൻ അവരെ കുറ്റം പറയാനൊന്നും പോകുന്നില്ല. റെഡി? ഇനി പഠിച്ചു തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഓണം എക്സാമിന് സത്യം പറഞ്ഞാൽ എത്ര ഉണ്ട്? ഒരു 30 ഡേയ്സ് ഉണ്ട്. അപ്പോൾ ആ 30 ഡേയ്സിൽ നിങ്ങൾക്ക് പാഠങ്ങൾ തീർത്തൊക്കെ തരണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഇനി ഒരു 1 ഷോട്ടിലൂടെ ഒക്കെ ഉണ്ട് നീട്ടി അങ്ങോട്ട് പഠിക്കാം. അതായത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്റർ 4-5 ദിവസമായിട്ട് പഠിക്കാനൊന്നും സത്യം പറയാൻ സമയമില്ല. കാരണം 17-18 ചാപ്റ്റേഴ്സ് നമുക്ക് ഓവറോൾ എല്ലാ സബ്ജക്ട്സിലും ഓൺ എക്സാമിലേക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു 1 ഷോട്ടിലൂടെ ആൻഡ് ഒരു ക്വിക്ക് റിവിഷനിലൂടെ ഒരു ക്യാച്ചപ്പ് ഡൗട്ട് ക്ലിയറൻസ് ലൈവിലൂടെ ഒക്കെ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാനുമാണ് ഓണം എക്സാം സൂപ്പർ ബാച്ച്. അതായത് എഡ്യൂപോർട്ടിൻ്റെ ഇതുവരെയുള്ള എല്ലാ ബാച്ചുകാർക്കും ഇത് ഫ്രീ ആയിരിക്കും. നമ്മൾ ഓണം എക്സാമിന് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് തന്നെ സപ്പോർട്ടാണ്. അപ്പോൾ ആ സപ്പോർട്ട് നമ്മളൊരു ബാച്ചായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഓണം എക്സാം സൂപ്പർ ബാച്ച്. ഓൾറെഡി എഡ്യൂപോർട്ടിൻ്റെ ഒരു ബാച്ച് എൻറോൾ ചെയ്ത സ്റ്റുഡൻ്റ് ആണ്. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഇവിടെ ചെയ്യാൻ പോകുന്ന എല്ലാം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നോ വറീസ്, നിങ്ങൾക്ക് എല്ലാം ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണ്, നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം? സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്യാം. ഓണം എക്സാം സൂപ്പർ ബാച്ച് എന്നാണ് പേര്. ആൻഡ് ഫീസ് 5499 തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. 5499 തന്നെയാണ് ഫീസ്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ബാച്ചിന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജൂലൈ 15th ആണ് കേട്ടോ. നിങ്ങളുടെ റിസൾട്ട് വരാൻ പോകുന്നത് ജൂലൈ 15th അന്ന് തന്നെ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു കാര്യം കൂടി പറയാം, ഇതിൽ നിങ്ങൾക്ക് +1 ഇമ്പ്രൂവ്മെൻറ്റ് എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും കേട്ടോ. +1 ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു ബാച്ചിൻ്റെ കൂടെ ഫ്രീ ആയിരിക്കും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് അനൗൺസ് ചെയ്ത് വെക്കുകയാണ്. ഇതിൻ്റെ ഫോം താഴെ കൊടുക്കാം, താല്പര്യമുണ്ടെങ്കിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും ബെസ്റ്റ് കേസ് സിനാരിയോ ഞാൻ എപ്പോഴും പറയുന്നു, ഇതങ്ങ് ചൂസ് ചെയ്യാം. ഇത് സംഭവിച്ചാലും ഓക്കെ, പക്ഷെ അവിടെ ഇത് പോസിബിൾ അല്ലേ? അപ്പോൾ ഇതന്നെ അങ്ങ് ചൂസ് ചെയ്യടാ. അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ബൈ.